Ars Riva TV, a unique experience for the whole world. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിളിലൂടെ നമ്മൾ തീർത്ഥയാത്ര നടത്തുകയാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണങ്ങളിലൂടെ. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് ഭാഷയുടെ പരിമിതിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. തർജ്ജമകൾക്ക് എപ്പോഴും അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ ബൈബിള് 3-4 പ്രാവശ്യം വായിച്ചു, അതുകൊണ്ട് എനിക്ക് ബൈബിൾ പഠിപ്പിക്കാം എന്ന അവസ്ഥയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് പലപ്പോഴും മൂലകൃതികളിൽ ബൈബിള് പഠിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ സഭയുടെ മജിസ്റ്റേരിയം, സഭ എന്ത് പഠിപ്പിക്കുന്നു, അത് നൂറ്റാണ്ടുകളോട് സഭ കൈമാറ്റം ചെയ്തു പോരുന്നൊരു പാരമ്പര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റി നമ്മുടെ പ്രബോധനങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ തർജ്ജമകളെ ഉപയോഗിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചാൽ തെറ്റായ പ്രബോധനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വളരെ പ്രകടമായിട്ടുണ്ട്. അത് പലപ്പോഴും പല സഭകളുടെ രൂപീകരണത്തിന് പോലും കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പൗലോസ് ശ്ലീഹയുടെ ലേഖനവും അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലെ പദപ്രയോഗവും മത്തായി മർക്കോസ് ഈ 2 സുവിശേഷകന്മാരുടെ പരാമർശങ്ങളും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കാണുകയാണ്. അപ്പോൾ അത് ഈ വ്യത്യാസം കാണാം. എല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുകയില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ബൈബിള് പഠിക്കുമ്പോൾ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ബൈബിളിൻ്റെ മൂലകൃതിയായ, പുതിയ നിയമത്തിൻ്റെ മൂലകൃതിയായ ഗ്രീക്ക് വേർഷൻ അല്ലെങ്കിൽ ഗ്രീക്ക് പദപ്രയോഗങ്ങൾ, അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ യൂക്കറിസ്ത്യ എന്ന് പറയുന്ന വാക്കാണ് പൗലോസ് ശ്ലീഹായും ലൂക്കാ സുവിശേഷകനും ഉപയോഗിക്കുക. അതൊരു പ്രത്യേകതയാണ് യൂക്കറിസ്ത്യ. അത് നമുക്കൊരു നന്ദി പ്രകാശനം എന്നുള്ളൊരു അർത്ഥം വരത്തക്ക രീതിയിലാണ് ആ യൂക്കറിസ്ത്യ എന്ന് പറയുന്ന വാക്ക് പൗലോസ് ശ്ലീഹായും ലൂക്കാ സുവിശേഷകനും ഉപയോഗിക്കുക. അതേസമയം മത്തായി സുവിശേഷകനും മർക്കോസും അവരുപയോഗിക്കുന്ന എവുളോഗിയ എന്ന് പറയുന്ന ഒരു പദമാണ്. 2 കുർബാനയെക്കുറിച്ചാണെങ്കിലും ഇത് നമ്മൾ തർജ്ജമകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും വ്യത്യാസം തോന്നുന്നില്ല. കാരണം എല്ലാം ഒന്നുപോലെ നമുക്ക് തോന്നും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ മൂലകൃതിയുടെ പശ്ചാത്തലത്തിൽ വേണം പഠിക്കുവാനും വ്യാഖ്യാനിക്കുവാനും. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതരംഗം നമുക്ക് ലഭിക്കാതെ പോകും എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കാണേണ്ട ഒരു മേഖലയാണ്. ഇനിയും അടുത്തത് നമ്മളവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് 2 വാക്കുകളും സൂചിപ്പിക്കുന്നത് യഹൂദര് ആഘോഷിച്ചിരുന്ന പെസഹായിൽ ഉപയോഗിച്ചിരുന്ന ബറക്ക എന്ന് പറയുന്ന പ്രാർത്ഥനയിലേക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, പഠനമാണ്. ഇത് ഞാൻ പഠിപ്പിച്ചായിട്ട് ആരും കരുതണ്ട. ഇത് നൂറ്റാണ്ടുകളിലൂടെ സഭ കൈമാറിപ്പോകുന്ന ആ വിശ്വാസ പൈതൃകം, ആ പാരമ്പര്യം, സഭയുടെ ദൈവശാസ്ത്ര ശാഖയുടെ വിശകലനങ്ങളിലൂടെ പഠിക്കുന്ന പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. ബറാക്ക എന്ന് പറയുന്ന ആ പദപ്രയോഗം അത് ജൂയിഷ് പാസ് ഓവറിൻ്റെ യഹൂദരുടെ പെസഹ ആചരണത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു നന്ദി പ്രകാശന പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഘടനയുമായിട്ട് നമ്മുടെ സഭയുടെ എല്ലാ സഭകളുടെയും അനാഫറുകൾക്ക് ഒത്തിരി സാധർമ്യമുണ്ട്, കോമണാലിറ്റിയാണ്. പൊതുവായ ഒത്തിരിയേറെ ഘടകങ്ങൾ ഇതിലെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ അനാഫറകൾ പഠിക്കുമ്പോഴാണ്, അതിൻ്റെ വൈവിധ്യം പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ എല്ലാം ഉള്ളിൽ അത് കിടക്കുന്ന ഒരു ത്രെഡ് എന്ന് പറയുന്നത് പോലെ, ഒരു നൂല് പോലെ അതിനെല്ലാം ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമുണ്ട്. അത് ജൂയിഷ് ബറാക്കയാണ്. യഹൂദന്മാരുടെ പെസഹായിൽ ഉപയോഗിച്ചിരുന്ന ബറാക്ക പ്രാർത്ഥനയുമായിട്ട് അതിന് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അവരുടെ പൊതുവായ പ്രാർത്ഥനയിലും താങ്ക്സ് ഗിവിങ് പ്രയർ, ബ്ലെസ്സിങ്, അതായത് അപ്പം എടുത്ത് വാഴ്ത്തി എന്ന് പറയുന്ന ആ ഒരു പദമാണ് ബ്ലെസ്സിങ്. അപ്പോൾ നമ്മൾ വാഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നിയതമായ അർത്ഥവും ഭാവവും തലങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് യഹൂദരുടെ ആ ഒരു പാസ് ഓവർ അല്ലെങ്കിൽ പെസഹായിൽ ഉപയോഗിച്ചിരുന്ന ആ താങ്ക്സ് ഗിവിങ് പ്രയർ, നന്ദി പ്രകാശന പ്രാർത്ഥന, ആദിമസഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ കൂദാശ ഭാഗത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പഴയ നിയമം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ചുമ്മാതെ ഒരു സ്ട്രക്ചർ ഉണ്ടായി വരുമോ? ഇല്ല.
അപ്പോൾ ഒരു സ്ട്രക്ചറിന്മേലാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ ആ സ്ട്രക്ചർ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കുർബാന തന്നെ നാളെ നിഷേധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതതിൻ്റെ അപകടം. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പലപ്പോഴും ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദിമസഭയിൽ വീടുകളിലാണല്ലോ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നത്. ശരിയാണ്, അതിന് ദോമൂസ് എക്ലേസിയ എന്ന് പറയും. അതായത് ഭവനങ്ങളിലുള്ള ആദിമ കൂട്ടായ്മ. സഭ അന്ന് ചെറുതായിരുന്നു. അപ്പോൾ ചെറുതായിരുന്നപ്പോൾ അവർക്ക് വീടുകളിൽ കൂടാൻ പറ്റുമായിരുന്നു. പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യമായി, സഭയിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഒരു ചെറിയ വീട്ടിലൊന്നും ആൾ കൊടുങ്ങാൻ പറ്റിയായിരുന്നു. കാരണം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഒരു ചെറിയൊരു മാളികമുറി മതിയായിരുന്നു. അപ്പോൾ ആ മാളികമുറിയിൽ തന്നെയാണ് വീണ്ടും കുർബാനയുടെ തുടർച്ച. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പിന്നീട് ആ ജനസമൂഹം വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങൾ ആവശ്യമായി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേവാലയങ്ങളുടെ ആവശ്യകത ഉണ്ടാകുന്നു. അപ്പോൾ ദേവാലയങ്ങൾ ഉണ്ടാകുമ്പോൾ വെറുതെ ഒരു കെട്ടിടം ഉണ്ടാക്കുകയല്ല ചെയ്യുക. അപ്പോൾ അവിടെയും അന്തർലീനമായി നിൽക്കുന്നത് യഹൂദ ദേവാലയത്തിൻ്റെ ഘടനയും അതിൻ്റെ ചിന്താധാരകളുമാണ്. അപ്പോൾ പഴയ നിയമത്തിലെ കർത്താവിൻ്റെ മരണത്തോടുകൂടി അവിടുത്തെ വിരി രണ്ടായിട്ട് മുറിഞ്ഞു എന്നുള്ളതല്ലാതെ ദേവാലയം തകർന്നു എന്ന് ബൈബിൾ പറയുന്നില്ല എന്നുള്ള കാര്യം കൂടെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ വിരി രണ്ടായിട്ട് മുറിഞ്ഞു, അതിന് പ്രതീകമുണ്ട്. അത് പിന്നീട് നമ്മൾ വിശകലനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതോടുകൂടി കർത്താവ് മരിച്ചപ്പോൾ ജെറുസലേം ദേവാലയം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടൊന്നുമില്ല. ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്ന AD 70-ലാണ്. അപ്പോൾ അതുവരെയും ജെറുസലേം ദേവാലയത്തിൽ അവരുടെ പതിവുള്ള യാഗങ്ങളും ബലിമൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതൊക്കെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ AD 33 മുതൽ അതിനുശേഷമുള്ള ഈ കാലഘട്ടം അത്രയും അപ്പോൾ അത് നടന്നിരുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല, AD 30 മുതലെങ്കിലും. അപ്പോൾ അതിന് ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തൽക്കാലം ആ ഭാഗത്തേക്ക് പോകണ്ട. അപ്പോൾ ഈ ഒരു ചിന്ത മാത്രം നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു കാര്യം AD 30 മുതൽ കർത്താവിൻ്റെ ജനനം BC 3-നും 5-നും ഇടയിലായിരുന്നു എന്നാണ് ശരിക്കുള്ള പഠനങ്ങളെ തെളിയിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈശോയുടെ മരണം 30-ാം വയസ്സിലാണെങ്കിൽ ഈശോയുടെ മരണം സംഭവിക്കുന്നത് അതാണ് 30, AD 33-ാമത്തെ വയസ്സ്. അപ്പോൾ അങ്ങനെ മരണം സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഈശോയുടെ പരസ്യജീവിതം 3 വർഷക്കാലം. അപ്പോൾ AD 33 എന്ന് പറയുമ്പോൾ AD 30-ലാണ് കർത്താവിൻ്റെ മരണമൊക്കെ സംഭവിച്ചത് എന്ന് വേണം ന്യായമായി അനുമാനിക്കുക. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ചിന്ത അപ്പോൾ നമ്മുടെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ജെറുസലേം ദേവാലയത്തിൻ്റെ ഘടന തീർച്ചയായിട്ടും ആദിമസഭയുടെ കുർബാന അർപ്പണത്തിൽ ദേവാലയ നിർമ്മിതിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ സമ്മതിക്കണം, അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അന്തർധാര, അതിന് ചിന്താധാരകൾ, അപ്പോൾ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലം, വിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലം, ഇങ്ങനെയൊക്കെ നമ്മൾ ബൈബിളിലെ പരാമർശങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ദേവാലയങ്ങളിലേക്കും നമ്മുടെ ദേവാലയ ഘടനകളിലേക്കും തീർച്ചയായിട്ടും ചോർന്ന് അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ സിനിമാ തിയേറ്റർ പോലെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വല്ല ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കപ്പലിൻ്റെ രൂപത്തിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ, സംഹിതകൾ നമ്മൾ മറക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദേവാലയ ഘടന അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്പലങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പുരാതന ദേവാലയ അമ്പലങ്ങൾ നോക്കുക, അവയ്ക്ക് നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ട്. പക്ഷേ അവയൊന്നും ഈ പറഞ്ഞ മോഡേണിറ്റിക്ക് വേണ്ടി അതിനെ ഷേപ്പ് മാറ്റാൻ വേണ്ടി അവരാരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു പാഠം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ആധുനികത ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ, കത്തോലിക്കരാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ഒത്തിരി ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, പുതിയ പുതിയ ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി വ്യഗ്രത നമ്മുടെ ദേവാലയ ഘടനയിൽ കടന്നു വരികയും അതിലൂടെ ചില അടിസ്ഥാന പ്രമേയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ് എന്നുകൂടെ അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു വചനഭാഗം കൂടെ കാണുകയാണ്. അതായത് 1 തിമോത്തിയസിന് പൗലോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അപ്പോൾ ഇത് ഒരുപക്ഷെ നമ്മൾ ഒരു വിശുദ്ധ കുർബാനയുടെ സൂചനയാണ് എന്ന് ആവർത്തിച്ച് പറയാൻ, അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ബ്ലസ് ചെയ്യുന്നതുമായിട്ട് ബന്ധിപ്പിച്ച് മാത്രം അവതരിപ്പിക്കുവാനുള്ള തെറ്റാണെന്നല്ല ഞാൻ പറയുക. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വിശുദ്ധ കുർബാനയുമായിട്ട് വ്യക്തമായൊരു സൂചന അവിടെ ഉണ്ട്. എവ്കരിസ്യ എന്നുള്ള വാക്ക് ഈ പൗലോസ്ലീഹയുടെ അരുമശിഷ്യനായ തിമോത്തി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. 4-5 വാക്യങ്ങൾ 1 തിമോത്തി. അപ്പോൾ കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നിരാകരിക്കേണ്ടതില്ല.
അപ്പോൾ നമ്മുടെ കൃതജ്ഞത എന്ന് പറയുമ്പോൾ വെറുതെ ഒരു കൃതജ്ഞതയല്ല, അത് വിശുദ്ധ കുർബാനയുടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു എവ്കരസ്യ എന്ന് പറയുന്ന പദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് നന്ദി പ്രകാശനം, കൃതജ്ഞതാ പ്രാർത്ഥന അല്ലെങ്കിൽ എവ്കരസ്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അതൊരു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സൂചനയായിട്ടാണ് ഇപ്പോൾ ആധുനിക പഠിതാക്കളെല്ലാം 1 തിമോത്തി 4:4-5 വാക്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ തന്നെയാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മളതിനെ നിരാകരിക്കേണ്ടതില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആഹാരമൊക്കെ ഭക്ഷിക്കുമ്പോൾ അന്യമതസ്ഥർ കൊണ്ടുവരുന്ന ആഹാരം നമുക്ക് ഭക്ഷിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൃതജ്ഞതാപൂർവ്വം സ്വീകരിക്കുകയും അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ നിരാകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭാഗികമായ വചന വ്യാഖ്യാനമായിട്ട് പോലും അതിൻ്റെ അകത്ത് തെറ്റുകൾ ഉണ്ടാകാം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കുർബാനയിലുള്ള ആദ്യ ഭാഗത്തുള്ള വചന ശുശ്രൂഷ, രണ്ടാം ഭാഗത്തുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് സഭയുടെ എവ്കരസ്യ അല്ലെങ്കിൽ നന്ദി പ്രകാശന പ്രാർത്ഥനയാണ്. അത് കാനോൻ അല്ലെങ്കിൽ അനാഫ്രയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പറഞ്ഞ തിമോത്തിയുടെ ലേഖനത്തെ പോലും ഈ വചനത്തെ കാണുവാൻ. അപ്പം അതുകൊണ്ട് അത് വെറുതെ നമ്മളൊരു ആഹാരം ബ്ലസ് ചെയ്യുന്നതുമായിട്ട് മാത്രം നമ്മളതിനെ കാണരുത്. വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധിപ്പിച്ച് കാണുമ്പോൾ അതിന് കൂടുതൽ അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. Mars Riva TV, a unique experience for the whole world.